നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പുനഃക്രമീകരിക്കണമെന്നും 6ാം പ്രവൃത്തി ദിനം ഒഴിവാക്കണമെന്നും ആവശ്യം. AKSTU കാസർഗോഡ് DE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത അധ്യാപക സമിതി നേതാക്കൾ ഉപവാസ സമരം നടത്തി. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ 6-വരി പാതയായതിനു ശേഷം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം അപകടങ്ങൾ പതിവാകുന്നതായി ആരോപണം. മുസ്ലിം യൂത്ത് ലീഗ് പോലീസിന് നിവേദനം നൽകി. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കരിമീൻ വിത്തുൽപാദന യൂണിറ്റ് തുടങ്ങി. ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് യൂണിറ്റ് ആരംഭിച്ചത്. പനത്തടി പുളിങ്കൊച്ചിക്കാരുടെ പാലവും റോഡും എന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ല. കവുങ്ങിന്റെ താൽക്കാലിക പാലം ഒരുക്കേണ്ടി വന്ന ഗതികേടിൽ നാട്ടുകാർ. ലോക കണ്ടൽ സംരക്ഷണ ദിനാചരണം. ദിവാകരൻ കടിഞ്ഞുമൂലയെ കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ആദരിച്ചു. വാർത്തകൾ വിശദമായി. അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പുനഃക്രമീകരിക്കണമെന്നും 6ാം പ്രവൃത്തി ദിനം ഒഴിവാക്കണമെന്നും ആവശ്യം. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അധ്യാപകർ കാസർഗോഡ് DE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പുനഃക്രമീകരിക്കണമെന്നും 6ാം പ്രവൃത്തി ദിനം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് അധ്യാപക സംഘടനകൾ വലിയ പ്രക്ഷോഭത്തിലാണ്. ഈ പ്രക്ഷോഭ പരിപാടികളുടെ തുടർച്ചയായി ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ AKSTUവിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം DGE ഓഫീസിലേക്കും ജില്ലകളിൽ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അധ്യാപകർ കാസർഗോഡ് DE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ധർണാസമരത്തിലും വൻ പ്രതിഷേധമിരമ്പി. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് അധ്യാപകരുടെ മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി അധ്യാപകർ പങ്കെടുത്തു. മാർച്ചിനു ശേഷം കാസർഗോഡ് DE ഓഫീസിനു മുന്നിൽ നടന്ന ധർണാസമരം AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ലീവ് എടുക്കും, സ്കൂളിൽ പോകും, അവധി ദിവസങ്ങളിൽ സ്കൂളിൽ പോകുന്നവരാണ്, ശനിയാഴ്ചകളിൽ സ്പെഷ്യൽ ക്ലാസ് നടത്തുന്നവരാണ്, ആഗസ്റ്റ് 15-ഉം ജനുവരി 26-ഉം പൊതു അവധി ദിനങ്ങളിൽ സ്കൂളിൽ പോകുന്നവരാണ്. അതിനൊന്നും മടിയില്ല. പക്ഷേ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റു രാജ്യ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. വളരെ ശാസ്ത്രീയമായ പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ കുറക്കുന്നതിന് ഇത്തരമൊരു കലണ്ടർ പണ്ടേ ഉണ്ടാക്കിയത്. അത് ശാസ്ത്രീയമായ ഒരു കലണ്ടർ ആയിരുന്നു. 7 ദിവസം സ്കൂളിൽ പോകണം, കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണ്ടേ, തുടർച്ചയായ പഠനങ്ങൾ അവരുടെ മാനസികമായ സംഘർഷം ഉണ്ടാക്കില്ലേ, അവർക്ക് എത്രയെല്ലാം വിനോദങ്ങളുണ്ട്, ആ വിനോദങ്ങളിൽ ഏർപ്പെടേണ്ട, അവർക്ക് പഠന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ശനിയും ഉൾപ്പെടെ പ്രവൃത്തി ദിവസമാക്കുന്നത് ശാസ്ത്രീയമല്ല, അശാസ്ത്രീയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അശാസ്ത്രീയമായ ഈ കലണ്ടർ പുനഃപരിശോധിക്കണം എന്നത്. പിൻവലിക്കണം, പുനഃപരിശോധിക്കണം. അതിനെതിരെ ഏതൊരു സമരത്തിനും ഞങ്ങൾ നേതൃത്വം കൊടുക്കും. AKSTU ജില്ലാ പ്രസിഡന്റ് MT രാജീവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത് സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ബിജുരാജ് CK, AKSTU സംസ്ഥാന സമിതി അംഗം സുനിൽകുമാർ കരിച്ചേരി എന്നിവർ സംസാരിച്ചു. വിനോദ് കുമാർ, രാജേഷ്, അജയൻ, സച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത അധ്യാപക സമിതി നേതാക്കൾ കാസർഗോഡ് DDE ഓഫീസിന് മുന്നിൽ ഉപവാസം നടത്തി. NA നെല്ലിക്കുന്ന് MLA സമരം ഉദ്ഘാടനം ചെയ്തു. 6ാം പ്രവൃത്തി ദിവസം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ മാനസിക സംഘർഷമുണ്ടാക്കിയ സാഹചര്യത്തിൽ സമരം പൊതുസമൂഹം ഏറ്റെടുക്കുമെന്ന് NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. സംയുക്ത അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്നും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കാസർഗോഡ് DDE ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA സമരം ഉദ്ഘാടനം ചെയ്തു. ഇതൊരു തുഗ്ലക് പരിഷ്കാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്, നമ്മളിന്നിപ്പോൾ ഉപവാസം നടത്തി നല്ല കാര്യമാണ്. ഈ ഒരു പരിഷ്കാരം തീർച്ചയായും ഈ സർക്കാർ ഉടൻ പിൻവലിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട.
ഇപ്പോൾ പിൻവലിച്ചല്ല, പലതും പിൻവലിക്കില്ല എന്ന് വാശി പിടിച്ച പല കാര്യങ്ങളും പിൻവലിച്ചു. ഇപ്പോൾ നമ്മുടെ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, ബാക്കി കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു. എന്താണ് അത് വർദ്ധിപ്പിക്കുമ്പോൾ പറഞ്ഞത്? അതൊക്കെ അനിവാര്യമാണ്, അതൊന്നും പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ലയെന്ന്. തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയപ്പോൾ എല്ലാം പിൻവലിച്ചു. അതുകൊണ്ട് ഇതും പിൻവലിക്കൂ. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സമരം അവസാനം വിജയം കണ്ടിട്ടല്ലാതെ ഇത് അവസാനിപ്പിക്കാൻ പാടില്ല. സംയുക്ത അധ്യാപക സമിതി ജില്ലാ ചെയർമാൻ KV വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. KPSTA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ശശിധരൻ P, KATF സംസ്ഥാന സെക്രട്ടറി യഹിയ ഖാൻ, KSTU സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ TKP അബ്ദുൽ റഊഫ്, AHSTA പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ മേജോ ജോസഫ്, KPSTA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ പ്രശാന്ത് കാനത്തൂർ, KSTU സ്റ്റേറ്റ് വനിതാ വിംഗ് സെക്രട്ടറി ഷാഹിന സലീം, KPSTA ജില്ലാ സെക്രട്ടറി ബെന്നി PT, KPSTA സ്റ്റേറ്റ് സമിതി അംഗം അശോകൻ കോടോത്ത്, AHSTA ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ, KSTU സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സമീർ തെക്കിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ കൺവീനർ അബ്ദുൽ ഗഫൂർ T സ്വാഗതവും സംയുക്ത അധ്യാപക സമിതി ജില്ലാ ട്രഷറർ യൂസഫ് VP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം മീഞ്ച കൊല്ലൂർ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വൻ കവർച്ച. ശ്രീകോവിലിന്റെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് സൂക്ഷിച്ചിരുന്ന വെള്ളി ഉരുപ്പടികൾ കവർന്നു. പെട്ടിയിലാക്കി സൂക്ഷിച്ചിരുന്ന ഭക്തർ നേർച്ചയായി നൽകിയ 10ഓളം പവൻ സ്വർണ്ണാഭരണങ്ങളും കവർന്നു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഞ്ചേശ്വരം മീഞ്ച കൊല്ലൂർ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വൻ കവർച്ച. ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ പൂട്ട് തകർത്ത് അകത്ത് സൂക്ഷിച്ചിരുന്ന വെള്ളി ഉരുപ്പടികളും ഭക്തർ നേർച്ചയായി നൽകിയ പെട്ടിയിലാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്ന 10ഓളം പവൻ സ്വർണ്ണാഭരണങ്ങളും മോഷ്ടാക്കൾ കവർന്നു. ഇന്ന് രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വൃത്താകൃതിയിലുള്ള ഗോപുരത്തിൻ്റെ വാതിൽ മോഷ്ടാക്കൾക്ക് തുറക്കാനായില്ല. മോഷണത്തിനു ശേഷം ഗോപുരത്തിൻ്റെ മേൽക്കൂരയിൽ കയറിയാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതെന്ന് കരുതുന്നു. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. ക്ഷേത്രത്തിന് സമീപത്തെ വയലിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ ഇന്നലെ രാത്രി 11:30 സംശയകരമായ സാഹചര്യത്തിൽ ഒരാളുണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് കനത്ത മഴ പെയ്തിരുന്നു. ഈ സമയത്താണ് മോഷ്ടാക്കൾ വയലിൽ കയറിയതെന്നാണ് വിലയിരുത്തൽ. വാഹനവുമായെത്തിയാണ് മോഷ്ടാക്കൾ കവർച്ച നടത്തിയതെന്നും അനുമാനിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ മുഴുവൻ CCTV ക്യാമറകളും പരിശോധിച്ച് പ്രതികളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മോഷണ വിവരമറിഞ്ഞ് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പുതിയ 6-വരിപ്പാത സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം അപകടങ്ങൾ ഉണ്ടാവുന്നത് പതിവാകുന്നതായി ആരോപണം. മഞ്ചേശ്വരം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി നിവേദനം സമർപ്പിച്ചു. പുതിയ 6-വരിപ്പാത സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷം ഇരുവശങ്ങളിലും വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം നിരവധി അപകടങ്ങൾ ഉണ്ടാവുന്നത് ചൂണ്ടിക്കാട്ടി മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ നിവേദനം സമർപ്പിച്ചു. മഞ്ചേശ്വരം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹനീഫ് കുച്ചിക്കാടിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നിവേദനം കൈമാറി. ദേശീയപാതയോരത്ത് അനധികൃതമായി പാർക്ക് ചെയ്യുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അനധികൃത പാർക്കിംഗ് തടയണമെന്നും അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിനിധി സംഘം അറിയിച്ചു. യൂത്ത് ലീഗ് നേതാക്കളായ ഇർഷാദ് ചെക്ക് പോസ്റ്റ്, അച്ചു, റിയാസ് ഉദ്യാവരം, മുബാറക് ഗുഡ്ഡകേരി എന്നിവരാണ് പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം കൈവരിച്ച പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കരിമീൻ വിത്തുൽപാദന യൂണിറ്റ് തുടങ്ങി. ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തിലാണ് മത്സ്യ വിത്തുൽപാദന യൂണിറ്റ് ആരംഭിച്ചത്. കാസർഗോഡ് ജില്ലയിൽ കരിമീൻ കുഞ്ഞുങ്ങൾ വിതരണ കേന്ദ്രമില്ലാത്തതിനാൽ കോഴിക്കോടും എറണാകുളത്തും എത്തിയാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ കർഷകർ ശേഖരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന് വിത്തുകൾ എത്തിക്കുന്ന പതിവ് രീതി മാറ്റിയെടുക്കാമെന്നുകൂടി ലക്ഷ്യമിട്ടാണ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വിത്തുൽപാദന യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത്. പുതുതായി നിർമ്മിച്ച 20 വീതം സെന്റ് വരുന്ന 2 പടുതാക്കുളങ്ങളിലാണ് ഫിഷറീസ് വകുപ്പിന്റെ ശുദ്ധജല ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ കരിമീൻ വിത്തുൽപാദന യൂണിറ്റ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 25 കിലോ മത്സ്യമാണ് നിക്ഷേപിച്ചത്. വരുന്ന 6 മുതൽ 8 മാസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങളെ പുറത്തിറക്കാനാവുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. പടുതാകുളം, സുരക്ഷാവല, മത്സ്യത്തീറ്റ ഉൾപ്പെടെ പദ്ധതിക്ക് 3 ലക്ഷം രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പ് 40% സബ്സിഡി നൽകുന്നുണ്ട്.
കാർഷിക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം പി അജിത അധ്യക്ഷത വഹിച്ചു. ജനകീയ മത്സ്യകൃഷി അക്വാകൾച്ചർ പ്രൊമോട്ടർ പി ശോഭ, അസോസിയേറ്റ് പ്രൊഫസർ കെ രതീഷ്, ഫാം ഓഫീസർ പൂജ, ഫാം സൂപ്രണ്ട് കെ ജയ്മോൻ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂരിൽ ഒരു ജില്ലാ കളക്ടർ എന്ന ലക്ഷ്യവുമായി പ്രവർത്തിച്ചു വരുന്ന MP ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള KM മാണി സ്മാരക കാരുണ്യ IAS അക്കാദമി 2ാം വർഷത്തിലേക്ക്. അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷ 28-ന് സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫ് നേതൃത്വം വഹിക്കുന്ന അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശന പരീക്ഷ 28-ന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 10 മുതൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പ്രവേശന പരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 350-ൽ പരം വിദ്യാർത്ഥിനികളാണ് പങ്കെടുക്കുന്നത്. പ്രവേശന പരീക്ഷയ്ക്കെത്തുന്ന 350 കുട്ടികൾക്ക് പുറമെ അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. രാവിലെ 10:45 വരെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമുള്ള ചെറുവിവരണങ്ങളോടെയാണ് ഈ അധ്യയന വർഷത്തെ കോഴ്സുകളുടെ ഉദ്ഘാടനം നടത്തുന്നത്. നാടിന്റെ അഭിമാനമായി മാറിയ മലയാള സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഈ അധ്യയന വർഷത്തിലെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ പഠനം നടത്തുന്ന കുട്ടികളാണ് പ്രാഥമിക ഘട്ടമായ പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. ഈ പരീക്ഷാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ 100ഓളം വിദ്യാർത്ഥികളെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കും. അതിൽ നിന്ന് ഏറ്റവും ഉന്നത സ്ഥാനം ലഭിക്കുന്ന 60 പേരെയായിരിക്കും ഈ വർഷത്തെ സൗജന്യ ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിൽ പ്രവേശനം നൽകുകയെന്നും അധികൃതർ അറിയിച്ചു. രണ്ടാമത്തെ അധ്യയന വർഷത്തിൽ അതുകൊണ്ട് 2 ബാച്ച് ഉണ്ടാവും. ഒന്ന് ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സ് 7ാം ക്ലാസ് കുട്ടികൾ, 2 കഴിഞ്ഞ വർഷത്തെ ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിൽ പങ്കുചേർന്ന 60 കുട്ടികൾ തുടർന്ന് മിഡ് ലെവൽ ഫൗണ്ടേഷൻ കോഴ്സിൽ തുടർന്ന് പഠിക്കുന്നതായിരിക്കും. നാളെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോകുന്ന നമുക്കൊക്കെ വളരെ സുപരിചിതനായ തൃക്കരിപ്പൂരിൻ്റെ സിനിമാ രംഗത്തെ വേദിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ജഡ്ജി അദ്ദേഹമാണ്. നമ്മുടെ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ KM മാണി സ്മാരക കാരുണ്യ IAS അക്കാദമി ചെയർമാൻ MP ജോസഫ്, ഉപദേശക സമിതി അംഗം K ശ്രീധരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുമ്പള പഞ്ചായത്തിലെ സാമ്പത്തിക ക്രമക്കേട് പ്രസിഡന്റിന്റെ അറിവോടെയാണെന്നും അതിനാൽ രാജിവെച്ച് അന്വേഷണം നേരിടാൻ അവർ തയ്യാറാകണമെന്നും BJP കുമ്പള പഞ്ചായത്ത് കമ്മിറ്റി. രാജിവെച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11 ലക്ഷത്തിലധികം രൂപയുടെ തിരിമറിയിൽ അക്കൗണ്ടന്റിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തി രക്ഷപ്പെടാനാണ് പ്രസിഡന്റും ഭരണസമിതിയും ശ്രമിക്കുന്നതെന്നും ലക്ഷങ്ങളുടെ ക്രമക്കേട് പ്രസിഡന്റ് അറിഞ്ഞില്ല എന്നത് പഞ്ചായത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണെന്നും കുമ്പള പ്രസ് ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ BJP നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് അഴിമതിക്കാരുടെ താവളമായി മാറിയിട്ടുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ CPM-ഉം SDPI-യും ഭരണക്കാർക്കൊപ്പമാണ്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ നടന്ന മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അടുത്ത ദിവസം തന്നെ വിജിലൻസിൽ പരാതി നൽകും. പ്രസിഡന്റ് രാജിവെക്കാത്ത പക്ഷം പഞ്ചായത്ത് ഓഫീസ് മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾക്ക് BJP നേതൃത്വം നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഈ കുമ്പള പഞ്ചായത്തിലെ ജനങ്ങളെ മണ്ടരായിട്ടാണ് ഇവര് പോകുന്നത്. അതുകൊണ്ട് ഇനി എതിരായിട്ട് പോകുന്നത് വെറും BJP മാത്രം, വേറൊരു സംഘടനയില്ല. വെറുതെ ജനങ്ങളെ കണ്ണിലേക്ക് മണ്ടറിയാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് CPM നടത്തിക്കൊണ്ടുള്ളത്. ഇതിൽ അവരും കൂട്ടുകാരാണ്. അവരെ അവര് ഇത് ഒന്നിച്ച് തന്നെ ഉണ്ട്. ഇതെല്ലാം അന്ന് നിങ്ങൾ കൈയിട്ട് വാരി സംഭവം നടക്കുന്നത്. പഞ്ചായത്തിൽ ഇതിനെപ്പറ്റി ശക്തമായ ഒരു പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ BJP മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയമില്ല. അതിന് മുമ്പ് പ്രസിഡന്റിനെ ഇത് അന്വേഷിക്കണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചിരിക്കണം. അവരെ മാറ്റി നിർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മാറ്റി നിർത്തിച്ച് ഇവര് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇത് സമരപരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. BJP കുമ്പള പഞ്ചായത്ത് സൗത്ത് സോൺ പ്രസിഡന്റ് സുജിത് റായ്, നോർത്ത് സോൺ പ്രസിഡന്റ് പ്രദീപ് കുമാർ, BJP കുമ്പള പഞ്ചായത്ത് സെക്രട്ടറി വിവേകാനന്ദ ഷെട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമലത S, മോഹൻ K എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥികളും അമ്പലത്തറ സ്നേഹ വീട്ടിലെ ഭിന്നശേഷി കുട്ടികളും ചേർന്ന് ബഡ്ഡീസ് മീറ്റ് നടത്തി. ഒപ്പം ചേർന്നുള്ള വേറിട്ട പരിപാടികൾ വിദ്യാർത്ഥികൾക്കും സ്നേഹ വീട്ടിലെ കുട്ടികൾക്കും പുത്തൻ അനുഭവമായി മാറി.
അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥികളും അമ്പലത്തറ സ്നേഹവീട്ടിലെ ഭിന്നശേഷി കുട്ടികളും ചേർന്ന് ബഡ്ഡീസ് മീറ്റ് നടത്തി. ഒപ്പം ചേർന്നുള്ള വേറിട്ട പരിപാടികൾ വിദ്യാർത്ഥികൾക്കും സ്നേഹവീട്ടിലെ കുട്ടികൾക്കും പുത്തൻ അനുഭവമായി മാറി. GVHSS വിദ്യാർത്ഥികളും സ്നേഹവീട് കുട്ടികളും ചേർന്ന് തിരികൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിച്ച മഞ്ഞുരുക്കൽ പരിപാടി ശ്രദ്ധേയമായി. പ്രീത ടീച്ചർ, അനിൽ മാഷ്, ബിറ്റ്സി ഷിബു, തേജ സുരേഷ്, ദിൽന, മാളവിക, ഉണ്ണിമായ, സജിന എന്നിവർ നേതൃത്വം നൽകി. ഭിന്നശേഷി കുട്ടികളെ മാറ്റി നിർത്താനല്ല, ചേർത്തു പിടിക്കാൻ സന്നദ്ധരാണെന്ന പ്രഖ്യാപനവുമായാണ് ബഡ്ഡീസ് മീറ്റിനു ശേഷം അമ്പലത്തറ സ്നേഹവീട്ടിൽ നിന്നും അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പത്തനംതിട്ട വെന്നിക്കുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് വൈസ് പ്രസിഡന്റും ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ ഹെഡ് ക്ലർക്കുമായ V. അനിൽകുമാറിന് തൃക്കരിപ്പൂർ ബ്രാഞ്ച് പ്രവർത്തക സമിതി യോഗം യാത്രയയപ്പ് നൽകി. ചെറുവത്തൂർ കേരള ഹാളിൽ നടന്ന യോഗം NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം ഉദ്ഘാടനം ചെയ്തു. വെന്നിക്കുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന V. അനിൽകുമാറിന് തൃക്കരിപ്പൂർ ബ്രാഞ്ച് പ്രവർത്തക സമിതി യോഗം യാത്രയയപ്പ് നൽകി. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ ബ്രാഞ്ചിന് ശരിക്കും ഒരു അനുഗ്രഹമാണ്. നമുക്കറിയാം, ഈ NGO അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്ന പല തീരുമാനങ്ങളും വളരെ കൃത്യമായും വെടിപ്പോടും കൂടി നടപ്പാക്കുന്ന ഒരു ബ്രാഞ്ചാണ് തൃക്കരിപ്പൂർ ബ്രാഞ്ച്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്ത് നടത്തുന്ന പല മാർച്ചുകളിലും അതുപോലെ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടത്തുന്ന പല പ്രതിഷേധ പ്രകടനങ്ങളിലും കൃത്യമായും പറഞ്ഞ ആളുകളെ തന്നെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഈ നമ്മുടെ ബ്രാഞ്ച് കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തകരിൽ ഒരാളാണ് ശ്രീ അനിൽകുമാർ സാർ. ചടങ്ങിൽ ബ്രാഞ്ച് പ്രസിഡന്റ് PP ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M. ശ്രീനിവാസൻ, സംസ്ഥാന കമ്മിറ്റി അംഗം CK അരുൺകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം ബ്രിജേഷ് പൈനി, ബ്രാഞ്ച് സെക്രട്ടറി ബ്രിജേഷ് ജെറാഡ്, ട്രഷറർ K. സുകുമാരൻ, A. സുബിൻ, K. അജിത, P. ചന്ദ്രൻ, K. രാധ, ഷെർലി ഉർമിസ്, M. ശിവകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അങ്കണിമുഖർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖ തെളിയിച്ചു. സ്പെഷ്യൽ അസംബ്ലിയും നടത്തി. ഒളിമ്പിക്സിനെ വരവേൽക്കുവാനും ഒളിമ്പിക്സിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് എത്തിക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് അങ്കണിമുഖർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലിയും ദീപശിഖ പ്രയാണവും നടത്തി. PTA പ്രസിഡന്റ് ബഷീർ കൊട്ടൂടൽ ദീപശിഖ തെളിയിച്ചു. ഹെഡ്മിസ്ട്രസ് GS വത്സല സ്കൂൾ അത്ലറ്റ് B. നിയാസിന് ദീപശിഖ കൈമാറി. തുടർന്ന് സ്കൂൾ കായിക താരങ്ങൾ മൈതാനം വലയം വെച്ച് ദീപശിഖ സീനിയർ അസിസ്റ്റന്റ് P. മാധവന് കൈമാറി. P. ഷാഹിന, ആമിന കോഴിക്കോടൻ, BM സയ്യിദ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒളിമ്പിക്സ് ക്വിസ്, ഷൂട്ടൌട്ട് മത്സരങ്ങളും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ JCI കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യ ജേക്കോം ടേബിൾ രൂപവൽക്കരിച്ചു. സ്ഥാപക ചെയർമാനായി രാജീഷ് അനോജ് സ്ഥാനമേറ്റു. ജില്ലയിലെ വിവിധ മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ JCI കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യ ജേക്കോം ടേബിൾ രൂപവൽക്കരിച്ചു. സ്ഥാപക ചെയർമാനായി ത്രയംബകം ക്ലോത്ത് പാഡ് ഉടമ രാജീഷ് അനോജ് സ്ഥാനമേറ്റു. നീർച്ചാൽ ബേള ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് തൊഴിൽ നിർമ്മാണ പദ്ധതിക്കായി ടൂറിസം വ്യവസായ വകുപ്പ് അധികൃതർക്കും കളക്ടർക്കും നിവേദനം നൽകി. കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. തൊഴിൽ സൃഷ്ടിക്കുക എന്നതിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ സംരംഭകരെ സൃഷ്ടിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നീക്കങ്ങളും കൂടി ഞങ്ങൾ നടത്തി. കാസർഗോഡ് ജില്ലയിലെ ബേള, നീർച്ചാൽ വില്ലേജുകളിൽ തൊഴിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്പോൺസിബിൾ ടൂറിസം യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വ്യവസായ വകുപ്പ് ഹസ്തങ്ങൾ നീട്ടിയിട്ടുണ്ട് JCIക്ക്. അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും സഹായഹസ്തങ്ങൾ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിക്വസ്റ്റ് ലെറ്റർ വ്യവസായ വകുപ്പിനും ഡിസ്ട്രിക്ട് കളക്ടർക്ക് മൂവ് ചെയ്തിട്ടുണ്ട്.
JCI കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റി പ്രസിഡന്റ് ഡോക്ടർ രശ്മി പ്രകാശ്, ജേകോം ചെയർപേഴ്സൺ രാജീഷ് അനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ MLA TV രാജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, ശമ്പള പരിഷ്കരണ DA കുടിശ്ശികകൾ അനുവദിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾക്ക് കരുത്തു പകരുക, തുടർച്ചയായ 6ാം പ്രവൃത്തി ദിനം ഒഴിവാക്കുക, വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക, ഏകീകരണ നടപടികൾ ത്വരിതപ്പെടുത്തുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSTA കാഞ്ഞങ്ങാട് ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഭരണഘടനയെ മാനിക്കാത്ത വിധത്തിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലിന് വഴി തുറക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം, അതിലെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇന്ന് KSTA ഇത്തരമൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K ഹരിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NK ലസിത, ME ചന്ദ്രാഗതൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് U ശ്യാംഭട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി T പ്രകാശൻ സ്വാഗതവും ജില്ലാ ട്രഷറർ KV രാജേഷ് നന്ദിയും പറഞ്ഞു. ജില്ലാ ഭാരവാഹികളായ P ശ്രീകല, VK ബാലാമണി, B വിഷ്ണുപാല, PM ശ്രീധരൻ, K ലളിത, KG പ്രദേശ്, P മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക കണ്ടൽ സംരക്ഷണ ദിനാചരണം. നീലേശ്വരം കടിഞ്ഞിമൂല പ്രാദേശിക കൃഷിശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ ദിവാകരൻ കടിഞ്ഞിമൂലയെ കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ലോക കണ്ടൽ സംരക്ഷണ ദിനത്തിൽ നീലേശ്വരം കടിഞ്ഞിമൂല പ്രാദേശിക കൃഷി ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ ദിവാകരൻ കടിഞ്ഞിമൂലയെ കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കാസർഗോഡ് ജില്ലയുടെ വിമാനമായ നമ്മുടെ ഒരു ദിവാകരൻ കടിഞ്ഞിമൂല അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കണ്ടൽ കാടുകളെ വെച്ച് ഇതൊക്കെ സംരക്ഷിച്ചു വരികയാണ്. ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റ് നീലേശ്വരം കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വൃക്ഷങ്ങൾ നമുക്ക് കേരളം മുഴുവനും കൊടുത്തേക്കാനുള്ള ഒരു പരിപാടിയാണ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരിടുന്നു. നമ്മൾ ഈ കണ്ടൽ കാടുകളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ സീ എറോഷൻ ഇതൊക്കെ വരുന്ന സമയത്ത് ഈ കണ്ടൽ കാടുകളാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. തുടർന്ന് നവകേരള മിഷൻ കാസർഗോഡ്, സീനിയർ ചേംബർ നീലേശ്വരം, കാടാങ്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദിവാകരൻ കടിഞ്ഞിമൂലയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ബാലകൃഷ്ണൻ, നീലേശ്വരം സീനിയർ ചേംബർ പ്രസിഡന്റ് നാരായണൻ നായർ, കാടാങ്കോട് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ രമ്യ TK, NSS പ്രോഗ്രാം ഓഫീസർ ജയചന്ദ്രൻ VR, ഭൂമിത്ര സേന കോർഡിനേറ്റർ ഡോക്ടർ സുനിൽകുമാർ S എന്നിവർ സംസാരിച്ചു. തുടർന്ന് NSS വോളണ്ടിയർമാർ, ഭൂമിത്ര അംഗങ്ങൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കടിഞ്ഞിമൂല പുഴയോരത്ത് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ഭാരതീയ ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഹോസ്തൂർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംസ്ഥാന അധ്യക്ഷൻ AK ശശി ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ സംരക്ഷണമുള്ള ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് വീണ്ടും ആ സമൂഹത്തെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമമെന്ന് ദളിത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ AK ശശി ഹോസ്തൂർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ഭാരതീയ ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് P രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ബിജു, അജിത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ ബേളൂർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മോഹനൻ, സംസ്ഥാന സെക്രട്ടറിമാരായ VK രാജൻ, ദിലീപ് കുമാർ, സുന്ദരൻ കുറിച്ചിക്കുന്ന്, കൃഷ്ണൻ, K കുഞ്ഞികൃഷ്ണൻ, കുസുമം ചേനക്കോട്, P രവി, അമിത M തുടങ്ങിയവർ സംസാരിച്ചു. ഷാജി സ്വാഗതവും സുധാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി പഞ്ചായത്തിലെ പുളിങ്കൊച്ചിക്കാരുടെ പാലവും റോഡും എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ ഇനിയും എത്രനാൾ കാത്തിരിക്കണമെന്ന ചോദ്യമുയരുന്നു. മഴക്കാലം എത്തിയതോടെ വീണ്ടും കവുങ്ങിന്റെ താൽക്കാലിക പാലമൊരുക്കേണ്ടി വന്ന ഗതികേടിലാണ് നാട്ടുകാർ.
പട്ടികവർഗ വിഭാഗത്തിലെ 20ഓളം കുടുംബങ്ങളാണ് പുളിംകൊച്ചിയിലുള്ളത്. കാലങ്ങളായുള്ള കാട്ടാനശല്യവും വഴിയില്ലാത്തതും വിദ്യാർത്ഥികളുടെ പഠനത്തെ പോലും ബാധിക്കാൻ തുടങ്ങിയതോടെ 15ലധികം കുടുംബങ്ങൾ ഇവിടെ നിന്ന് കുടിയിറങ്ങിക്കഴിഞ്ഞു. പനത്തടി റാണിപുരം റോഡിൽ പെരുതടിയിൽ നിന്ന് പുളിംകൊച്ചി വഴി കടമല റോഡ് വരെ 2.8 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇതിൽ 1.3 കിലോമീറ്റർ വർഷങ്ങൾക്ക് മുൻപ് ടാറിട്ടിരുന്നു. ബാക്കി ഭാഗത്തെ നവീകരണവും ഇതുവഴി ഒഴുകുന്ന തോടിന് പാലവുമാണ് ഒരുക്കാനുള്ളത്. സ്കൂൾ കുട്ടികളടക്കം നടന്നു പോകുന്ന വഴിയിലുള്ള തോടിന് പാലവും ടാറിട്ട റോഡും വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവർക്കൊരു റോഡും പിന്നെ ഈ ഒരു ചാല് കടക്കാൻ വേണ്ടിയുള്ള ഒരു പാലം. അത് വർഷങ്ങളായി അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അധികൃതർ അതൊന്ന് കാണാനുള്ള ഒരു കണ്ണ് അവർക്കുണ്ടായിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഇവിടുത്തെ ഒരു സഹോദരൻ മരണപ്പെട്ട സമയത്ത് ഇവിടെ നിന്ന് അക്കരെ കിടക്കാൻ അവർ വലിയ കഷ്ടപ്പാടുണ്ടായിരുന്നു. അന്നത് വലിയ വാർത്തയാവുകയും അതേ തുടർന്ന് പിന്നെ ജില്ലാ പഞ്ചായത്തും ട്രൈബലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് 40 ലക്ഷം രൂപയുടെ ഒരു പാലം അനുവദിക്കാനുള്ള സംവിധാനം പിന്നെ ഇവിടെ ഉണ്ടായി. അതേ തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ 2 വർഷമായി ഈ പാലം ഇതാ വരുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും ഈ പ്രദേശവാസികൾക്ക് പാലമോ റോഡോ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും കൂടിയാണ് ഈ പാലം അനുവദിച്ചിരിക്കുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായി ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഈ റോഡും പാലവും ഒക്കെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ്. ഒടുവിൽ 2 വർഷം മുൻപ് പ്രദേശവാസിയുടെ മൃതദേഹം റോഡും പാലവും ഇല്ലാത്തതിനാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചുമന്ന് വീട്ടിലെത്തിക്കേണ്ടി വന്നിരുന്നു. ഇതിന്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നതോടെ ജില്ലാ പഞ്ചായത്തും പട്ടികവർഗ വകുപ്പും പ്രദേശത്ത് റോഡും പാലവും ഒരുക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ വർഷം 2 പിന്നിടുമ്പോഴും ഉറപ്പ് വാക്കിൽ മാത്രമായി. ഇതോടെ ഈ മഴക്കാലത്ത് തോട് കടക്കാൻ താൽക്കാലിക പാലം ഒരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ. ഈ മഴക്കാലവും ദുരിതങ്ങളുടേതാണെന്ന് ഉറപ്പായതോടെയാണ് നാട്ടുകാർ മുന്നിട്ടിറങ്ങി മഴ കനക്കും മുൻപേ താൽക്കാലിക പാലമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പുനഃക്രമീകരിക്കണമെന്നും 6ാം പ്രവൃത്തി ദിനം ഒഴിവാക്കണമെന്നും ആവശ്യം. AKSTU കാസർഗോഡ് DE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത അധ്യാപക സമിതി നേതാക്കൾ ഉപവാസ സമരം നടത്തി. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ 6 പാതയായതിനു ശേഷം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം അപകടങ്ങൾ പതിവാകുന്നതായി ആരോപണം. മുസ്ലിം യൂത്ത് ലീഗ് പോലീസിന് നിവേദനം നൽകി. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കരിമീൻ വിത്തുൽപാദന യൂണിറ്റ് തുടങ്ങി. ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് യൂണിറ്റ് ആരംഭിച്ചത്. പനത്തടി പുളിംകൊച്ചിക്കാരുടെ പാലവും റോഡും എന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ല. കവുങ്ങിന്റെ താൽക്കാലിക പാലം ഒരുക്കേണ്ടി വന്ന ഗതികേടിൽ നാട്ടുകാർ. ലോക കണ്ടൽ സംരക്ഷണ ദിനാചരണം. ദിവാകരൻ കടിഞ്ഞുമൂലയെ കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ആദരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.